ഫോട്ടോ അല്ല വീഡിയോ. കണ്ണ് ഫ്ലോറിമളായിട്ടേ
അപ്പോൾ നിങ്ങൾ ഫെയർവെൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്കൊരു നല്ല രീതിയിലുള്ളൊരു ഇൻട്രോ കൺക്ലൂഷനോ ആ 2 ഫെയർവെൽ വീഡിയോസിൽ തരാൻ പറ്റിയില്ല. ഫസ്റ്റ് കോളേജിലേക്ക് പോണത് പിന്നെയും ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതെനിക്ക് നല്ല രീതിയിൽ ഒന്ന് എൻ്റെ ഏൽപ്പിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ കുറേ ബിറ്റ്സ് ഒക്കെ എടുത്ത്, പിന്നെ എൻ്റെ ജൂനിയർ ആയിരുന്നു, അവളായിരുന്നു അസ്നയാണ് ആ വീഡിയോസൊക്കെ എടുത്ത് തന്നത് കോളേജത്തൊക്കെ. പിന്നെ ഇപ്പോൾ ദാ റിസോർട്ടിൻ്റെ വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ ഒരു 5 വർഷത്തിൽ ഞാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് മാസം മുന്നേ വരെ ഇപ്പോൾ ഈ പ്രോഗ്രാമിന് മുന്നേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ട്രിപ്പ് മാത്രമായിരുന്നു, ഒരു 10 days. ഇപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് അടുത്തൊരു മെമ്മറിയും കൂടി കയറിയിരിക്കുകയാണ്. ഫെയർവെൽ, 2 ദിവസത്തെ ഫെയർവെൽ. ഒന്ന് ഞങ്ങൾക്ക് കോളേജുകാർ തന്നതും ഞങ്ങളുടെ ജൂനിയേഴ്സ് തന്നതും, ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ട് തൃശ്ശൂർ ഒരു റിസോർട്ട് പോയി നടത്തി. അതാണ് നിങ്ങൾ കണ്ടത്. അതിൽ കുറേ വിഷ്വൽസ് ഒന്നുമില്ല, കുറച്ച് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എഡിറ്റ് ചെയ്താക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും മിസ് ഔട്ട് ആവരുത്, അത് അങ്ങനെ തന്നെ ഈ യൂട്യൂബിലിരിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ ഇപ്പോൾ വേറെയും കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട് ക്ലാസ്സിൽ. അതിൽ സൂര്യ അവൾ അത്യാവശ്യം നന്നായി കവർ ചെയ്തിട്ടുണ്ട് റിസോർട്ടത്തെ ആണെങ്കിലും. സോ അത് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ലിങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം ഞങ്ങൾ എത്രത്തോളം അവിടെ റിസോർട്ടിൽ സെലിബ്രേറ്റ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു നല്ല രീതിയിലൊരു ഇത് പറയാം, ഒരു കൺക്ലൂഷൻ പോലെ പറയാം, കുറച്ച് മെമ്മറീസൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഫെയർവെൽ. കാരണം ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, പക്ഷേ പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു. ഞങ്ങൾക്ക് വൈവ അങ്ങനെ കുറേ എക്സാംസ് ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. ജൂനിയേഴ്സും അതുപോലെ തന്നെ ബിസി ആയിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡേറ്റൊക്കെ മാറ്റലായിരുന്നു. അവരുടെ തിരക്കും അതൊക്കെ നോക്കിയിട്ട് തന്നെയായിരുന്നു, നമ്മുടെയും എല്ലാം നോക്കിയിട്ടൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിനോടൊരു മൂഡ് പോയിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സിങ്ങും സാരിയൊക്കെ നേരത്തെ വാങ്ങി വെച്ചോണ്ട് അന്നുണ്ടായിരുന്നു അത് ഫെയർവെൽ. പിന്നെ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞിരുന്നു. പേഴ്സണലി പറയുകയാണെങ്കിൽ, സീരിയസ് ആയി പറയുകയാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനവിടെ ലാസ്റ്റ് ഫെയർവെല്ലിൽ നമ്മൾ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും അവർ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോ ആൾക്കാരുടെ മെമ്മറീസ് വീഡിയോസ് ആക്കിയിട്ടും ഫോട്ടോസ് ആക്കിയിട്ടും കുറേ കാണിച്ചിട്ടുണ്ട്. അതും ഒരു ബ്രേക്ക് പോലെയായിരുന്നു. ഇടയിൽ കുറച്ച് നേരം ഗെയിംസ്, അങ്ങനെ കുറച്ച് നേരം സംസാരം, അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിലായിരുന്നു ഓരോ വീഡിയോസ്. കുറേ മെമ്മറീസ് 5 വർഷത്തെ കുറേ അടിച്ചു. ഇനിയും അതിൽ കുറേ ഉണ്ടായിരുന്നു. വീഡിയോസ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, എല്ലാവരുടെയും. പേഴ്സണലി അല്ല, എൻ്റെ മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, കുറച്ച് അല്ലാണ്ട് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ മെമ്മറീസ്. പക്ഷേ അടിപൊളിയായിരുന്നു ഫെയർവെൽ. അതാണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയത്. കോളേജത്തെ ആയിക്കോട്ടെ, ഞങ്ങൾ എടുത്ത റിസോർട്ടത്തെ ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു. മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു മെമ്മറി ആയിരിക്കും. ഇതുപോലെ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴും ഞാനിങ്ങനെ ഒരു കൺക്ലൂഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലും ഒരേ കാര്യങ്ങളൊക്കെ ഞാൻ കാണാം. എനിക്കിതൊക്കെ ഒരു മെമ്മറിയാണ്. എപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. നിങ്ങൾ ചില വീഡിയോസിലൊക്കെ എൻ്റെ ഫെയർവെൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് തിരിച്ചിട്ടായിരിക്കും ഞാൻ ഇരിക്കുന്നുണ്ടാവുക. കാരണം അത്രയും സന്തോഷമായിരുന്നു എനിക്ക്. ഇപ്പോഴും സ്റ്റിൽ അങ്ങനെയാണ്. എനിക്ക് അതൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു അടിപൊളി മെമ്മറിയാണ് ഈ ഒരു ഫെയർവെൽ. കുറേ മെമ്മറീസ് ഉണ്ട്, പക്ഷെ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ട്രിപ്പും ഫെയർവെല്ലും ആയിരിക്കും. ഒരു അടിപൊളിയായിരുന്നു. ഈ കോളേജിൽ എന്തൊക്കെ പരിപാടികൾ വന്നിട്ടുണ്ടോ, സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ ആക്റ്റീവ് ആവാനും ഇൻക്ലൂഡ് ആവാനും ശ്രമിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോളി ഗാർഡനിൽ പോയിട്ട്, പോളി ഗാർഡൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഫ്രീയാത്ത ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം, നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളേജിൽ നിന്ന്. അവിടുന്ന് തൊട്ട് ഡാൻസ് ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തുണ്ട്. അന്ന് തൊട്ട് ഫെയർവെല്ലിലെ ലാസ്റ്റ് ഡാൻസ് വരെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരു പരിപാടിയും കോളേജത്ത് അങ്ങനെ മിസ് ചെയ്യാറില്ല, എല്ലാത്തിനും അറ്റൻഡ് ചെയ്യാറുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഇതാക്കാറുണ്ട്. എനിക്കൊന്നും ആകെ ഞാനൊരു പ്രോഗ്രാം മിസ് ചെയ്തിട്ടുണ്ട്, പ്രൈഡ് എന്ന് പറഞ്ഞിട്ട്.
ഫസ്റ്റ് പ്രൈഡ് നടക്കുന്ന കോളേജിൽ. അത് ഡ്യൂ ടു സം റീസൺസ് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഫോർ ഗുഡ് റീസൺ ആയതുകൊണ്ട് ഞാനതിപ്പോൾ റിഗ്രറ്റ് ഇല്ല. ബട്ട് അന്ന് എനിക്ക് ഉണ്ടായിരുന്ന കുറച്ച് വിഷമം കാണാൻ അത്ര അടിപൊളിയായിരുന്നു പ്രൈഡ്. പക്ഷേ കുഴപ്പമില്ല, അതും ഒരു ഇതല്ലേ, ലെസണല്ലേ. പിന്നെ ഈ ഒരു 5 വർഷം കുറേ പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഗുഡ് മെമ്മറീസ് ആയിക്കോട്ടെ, ബാഡ് മെമ്മറീസ് ആയിക്കോട്ടെ, കുറേ ചാപ്റ്റേഴ്സ് കിട്ടി, കുറേ മനുഷ്യന്മാരെ കണ്ടു, കുറേ പേര് ലൈഫിൽ നിന്ന് പോയി, കുറേ പേര് പുതിയ ആൾക്കാർ വന്നു. അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. 5 വർഷം എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആണല്ലോ. ഞാൻ ശ്രീയോട് ആരോടും പറയുന്നു മിസ്സാവുന്നുണ്ട്, കോളേജ് തീരണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, എന്താ 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ, കോളേജ് നിർത്തി മതിയായി എന്നല്ലേ പറഞ്ഞേ. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നു തീരണ്ടായിരുന്നു. അതായിരുന്നു ഒരു സുവർണ ടൈം, ഒരു അടിപൊളി ടൈം. ഞാൻ 10th വരെ അത്യാവശ്യം അടിപൊളി ആക്കിയിട്ടാണ് ഞാൻ ലൈഫ് ഇതാക്കിയിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ 10th ലൈഫൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, സൂപ്പർ ലൈഫായിരുന്നു. +1 +2 ഞാൻ അത്ര എൻജോയ് ചെയ്തിട്ടില്ല, കുഴപ്പമില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കത്ര ഞാൻ നെഞ്ചിലേക്ക് കയറ്റിയ ആൾക്കാർ കുറവാണ്, അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ രണ്ടുപേരും ശ്രീയും ആർദ്രയും അപ്പോഴും അവരുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി. എനിക്ക് അവരില്ലാണ്ട് വേറെ എവിടെയും പോകാൻ എനിക്ക് കുറച്ച് മടിയായിരുന്നു. എനിക്ക് പറ്റില്ല വേറൊരാളെ ആക്സെപ്റ്റ് ചെയ്യാൻ. ഞാനത് ഫെയർവെല്ലിൻ്റെ സ്പീച്ചിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ ഫ്രണ്ട്സിനെയൊക്കെ ഫ്രണ്ട്സാക്കാൻ ഇച്ചിരി പണിയാണ്, കുറച്ച് പാടെടുക്കും ഞാൻ. പക്ഷേ എന്തോ കൊണ്ടോ ഞാൻ കോളേജിൽ വന്ന് കുറച്ച് പേരെ ഈ നെഞ്ചിലേക്ക് കയറ്റിയിട്ടുണ്ട്. അവരെയൊക്കെ ആയിട്ട് എപ്പോഴും ഞാൻ കോൺടാക്ട് ചെയ്യുകയോ ചോദിച്ചാൽ, എപ്പോഴും മെസ്സേജ് അയക്കുകയോ ചോദിക്കുക, എപ്പോഴും വിളിക്കുകയോ ചോദിച്ചാൽ, ഞാൻ വിളിക്കുന്ന ഒരു ടൈപ്പ് പേഴ്സണല്ല. പണ്ടായിരുന്നു, കുറേ കാലങ്ങൾക്ക് മുന്നേ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ കോൾ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, എപ്പോഴും മെസ്സേജ് അയക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും കുറേ നാൾ കഴിഞ്ഞ് പിന്നെ അവരെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്കതേ പഴയ വൈബിൽ അവർ സംസാരിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. വേറെ ഇടയിൽ കുറേ പ്രശ്നങ്ങളൊന്നും വരാത്തോളം കാലം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയില്ലല്ലോ, മനുഷ്യന്മാരല്ലേ. പക്ഷെ എന്നാൽ പോലും ആ ഒരാൾക്കാരോട് ഞാൻ പിന്നെയും സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ മിസ് ചെയ്യും എന്തായാലും കോളേജ്. കാരണം എൻ്റെ ലൈഫിലെ എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ചീത്ത കാര്യങ്ങളും ഉണ്ടായ ഒരു ഇതാണ്. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയ ഒരു കാലഘട്ടമാണ് ഈ 5 വർഷം. എല്ലാം കൊണ്ടും മെൻ്റലി എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര സ്ട്രോങ് ആയതാണ്. കാരണം ഞാൻ എന്നെ തന്നെ പറയാം, ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷണൽ പേഴ്സൺ ആയിരുന്നു. അതിൽ നിന്ന് എന്നെ കുറേ മാറ്റിയത് ശ്രീയോ ആർദ്രയാണ്. എന്നിട്ടും എനിക്ക് കുറേ മാറാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ ഇമോഷണലാണ്, കരച്ചിൽ വരും. എന്നാൽ പോലും എത്രയോ ബെറ്ററാണ്. എനിക്ക് തിരിച്ചു പറയാനുള്ള ഒരു സാധനമൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പണ്ട് ഞാനങ്ങനെ ഇല്ല, കുഴപ്പമില്ല, കരയ്ക്കുന്ന കരയും അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ പറയാനറിയാം. അങ്ങനെ എൻ്റെ സ്റ്റാൻഡിൽ എനിക്ക് നിൽക്കാനറിയാം. വിഷമങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഞാനതൊക്കെ എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പഠിച്ചു. ഞാൻ ഈ 5 വർഷത്തിൽ കുറേ പഠിച്ചു കാര്യങ്ങൾ. കുറേ നല്ല മനുഷ്യന്മാരെ കണ്ടു, കുറേ ചീത്ത മനുഷ്യന്മാരെ കണ്ടു. ചീത്ത മനുഷ്യന്മാരാണെന്ന് വിചാരിച്ച് നമ്മൾ നല്ല മനുഷ്യരാണെന്ന് പിന്നെ മനസ്സിലാക്കി. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഞാൻ അവരെടുത്ത് പറയുന്നൊന്നുമില്ല. ഇതവർ കാണുകയാണെങ്കിൽ അവർക്കും അറിയാം ഞാൻ വിചാരിച്ച ആരൊക്കെയാണെന്ന്. അങ്ങനെ എനിക്ക് ഇനിയുണ്ട് എന്തൊക്കെ പറയാൻ. ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു എന്തൊക്കെ പറയണം എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ജൂനിയേഴ്സിനോട് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഞാൻ ജൂനിയേഴ്സായിട്ട് അത്ര കണക്ഷൻ ഇല്ലാത്ത ഒരാളാണ്. കുറച്ച് പേരായിട്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഡ്യൂ ടു അതും സം റീസൺസ് കാരണം ആ ഒരു കണക്ഷൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സും ആ ക്ലാസ്സും തമ്മിൽ അത്ര ഇതിലായിരുന്നില്ല. പക്ഷെ അതൊക്കെ ഇപ്പം മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടുന്ന് എല്ലാം ഹീൽ ചെയ്താണ് ഇറങ്ങുന്നത്. എല്ലാം സങ്കടങ്ങളും ദേഷ്യങ്ങളൊക്കെ വിട്ടാണ് ഇറങ്ങുന്നത്. അതെ, നല്ല ഹാപ്പിയോടാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. ആൻഡ് കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ടീച്ചേഴ്സിനോടൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. സ്റ്റിൽ ആ കണക്ഷൻ എനിക്കുണ്ട് അവരോട്. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചാൽ അവരെനിക്ക് റിപ്ലൈ തരും, അവരും എൻ്റെ സ്റ്റോറിക്ക് റിപ്ലൈ ഒക്കെ തരാറുണ്ട്. അങ്ങനെ ചില ടീച്ചേഴ്സിനൊക്കെ എനിക്ക് കിട്ടി. മോർ ദാൻ ഒരു ടീച്ചർ, ഒരു ഫ്രണ്ട് ലൈക്ക് നമുക്കൊരു സിസ്റ്ററിനോട് സംസാരിക്കാൻ പറ്റുന്ന പോലെ കുറച്ച് ടീച്ചേഴ്സ് എനിക്കുണ്ട്. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് പേരുണ്ട്. അവരും ഞാനിവിടെ എടുത്ത് മെൻഷനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്നു, ഞാൻ ശ്രീ ആർദ്രയൊക്കെ വേറെ കോളേജിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ പുതിയൊരു കോളേജിൽ പോകും, പുതിയ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കും, എങ്ങനെ ഫ്രണ്ടാക്കുമോ, എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഫസ്റ്റ് ഇയറൊക്കെ. ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കൊറോണ ബാച്ചാണ്. സോ ഓൺലൈൻ വഴിയാണ് ഇവരൊക്കെ ആദ്യം കാണുന്നത്. ഇവരോടൊക്കെ എങ്ങനെ സംസാരിക്കും, ഇവർക്ക് എങ്ങനെ ഫ്രണ്ട്സാക്കാം, എനിക്ക് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്നെ ശ്രീ ആർദ്രയും പറയും. ആർദ്ര പിന്നെയും കുറച്ചും കൂടി ഫ്രണ്ട്സാക്കാൻ പറ്റാത്ത എന്നെ പോലെ തന്നെയായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആക്കിയ അടിപൊളിയാണ്. ശ്രീ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരുമായിട്ട് സംസാരിച്ച് ആദ്യമേ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കൊന്നും അങ്ങനെ പറ്റില്ല.
എനിക്ക് കുറച്ച് ടൈം എടുക്കും. ഞാൻ കുറച്ച് ഒരാളെ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് എനിക്കത് പറ്റുള്ളൂ. എനിക്ക് അല്ലാണ്ട് ഒരാളായിട്ട് പെട്ടെന്ന് എങ്ങനെയാവില്ല. ഇപ്പോൾ കോളേജിൽ വന്നപ്പോൾ ഞാൻ കുറേ പേരുടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പെട്ടെന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആകുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എത്ര പെട്ടെന്ന് അവർക്ക് ഫ്രണ്ട്സ് ആവാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് ആ ധാരണയൊക്കെ മാറിയിട്ടു. ഫസ്റ്റ് എനിക്ക് ഭയങ്കരമായിരുന്നു ഇത്ര പെട്ടെന്നൊക്കെ ഒരാളായിട്ട് ഫ്രണ്ട് ആവാൻ പറ്റുമോ എന്നൊക്കെയുള്ള ധാരണയായിരുന്നു. ഇപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് എൻ്റെ നിന്ന് മാറി. സൂര്യ അവളായിട്ടാണ് ആദ്യം ഞാൻ കമ്പനി ആവുന്നത്. അത് കഴിഞ്ഞിട്ട് റമി എല്ലാവരും വന്നു. അപ്പോൾ റമിയും സൂര്യയൊക്കെ എന്നോടിങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ അത് നിൻ്റെ പെർസ്പെക്റ്റീവാണ്. ഒരാൾക്ക് ഇത്ര 10 വർഷം 12 വർഷം ഒന്നും വേണമെന്നില്ല ഒരാളായിട്ട് ഫ്രണ്ട് ആവാൻ. കുറച്ച് ടൈം മതി ഒരാൾ മനസ്സിലാക്കി ഫ്രണ്ട് ആവാൻ എന്നൊക്കെ പറയാറുണ്ട്. അതിപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയാണെന്ന്. പക്ഷെ എല്ലാവരും ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കിയെന്നൊന്നും പറയുന്നില്ല. ഒരു ബണ്ടിൽ ഓഫ് ആൾക്കാർ അത്രേ പറയുന്നുള്ളൂ, കുറച്ച് പേര്. ആൻഡ് ഞാനിവിടെ കൺക്ലൂഷനും ഒക്കെ പറയാനാണ് വന്നത്. പക്ഷേ ഞാൻ കുറേ മെമ്മറീസാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് സംസാരിക്കാൻ കുറേ ഇഷ്ടമുള്ളതുകൊണ്ട് കുറേ കഥകൾ ഉണ്ടാവുമല്ലോ ഇങ്ങനെ പറയാൻ. പിന്നെ ഞാൻ ഇനിയിപ്പോൾ തൃശ്ശൂർ ഫെയർവെല്ലിനെ പറ്റി പറയാം. കോളേജിലെ ഫെയർവെൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഈ ഇടയിൽ കൂടെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ നിങ്ങൾ അങ്ങോട്ട് ഇഗ്നോർ ചെയ്തോളൂ. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും. ഓക്കെ. അപ്പോൾ തൃശ്ശൂർ ഞങ്ങളുടെ ഫെയർവെല്ലെല്ലാം കഴിഞ്ഞു. ഫെയർവെൽ 3 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ഒറ്റപ്പാലത്താണല്ലോ നമ്മുടെ കോളേജ്. അവിടെ നമ്മൾ തൃശ്ശൂർക്ക് എല്ലാവരും അവരവരുടെ കാറിൽ ഒരു 4-5 കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റുന്ന പോലെ എല്ലാവരും അങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ തൃശ്ശൂർ സൂര്യ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് പോയത്. ആയുർവേദിക് റിസോർട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ വിഷ്വൽസും ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ പോലും കണ്ടിട്ടുണ്ടാവും. ഞാൻ സൂര്യയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. സോ സൂര്യയുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. സോ അതിൽ കുറച്ചുകൂടി ഉണ്ട്, അതിൽ കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ എത്തി ഒരു 4 മണി 5 മണിയാകുമ്പോഴേക്ക് എത്തി. നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാരി വഴി ഗേൾസ് എല്ലാവർക്കും കൂടി സാരിയിൽ ഫോട്ടോസ് എടുക്കണം എന്നായിരിക്കും. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലാണ്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഫോട്ടോസൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു ഗേൾസൊക്കെ ആയിട്ട്. ബോയ്സൊക്കെ അപ്പോഴേക്ക് പൊളിക്ക് ചാടിയിട്ടോ, അത് വേറെ കാര്യം. അവരൊന്നും ഫോട്ടോ എടുക്കാൻ ആവശ്യമില്ലായിരുന്നു. ഗേൾസിനാണല്ലോ ആവശ്യങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൂളിൽ കുറേ നേരം കളിച്ചു. എല്ലാവർക്കും പൂളിൽ ഇറങ്ങാനായിരുന്നത് ഒരു ഇൻട്രസ്റ്റ്. ഈ റിസോർട്ട് പ്ലാൻ നടക്കുമെന്നും ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുറേ സജഷൻസ് ആയിരുന്നു. എത്ര പേരുണ്ടാവും, ലാസ്റ്റ് മിനിറ്റാണ് കുറേ പേര് പൈസ കൊടുത്തത്, ലാസ്റ്റ് മിനിറ്റാണ് റിസോർട്ട് പ്ലാൻ ആയത്. അതിൻ്റെ പുറകെ നടന്നത് ഷേഖു അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. മെയിനായിട്ട് ഷേഖൊക്കെ ആയിരുന്നു. ഷേഖു, നബു, ജിഷ്ണു ആയിരുന്നു തോന്നുന്നു പ്രോപ്പർട്ടിയൊക്കെ സെറ്റാക്കിയത്. അതിനെ പറ്റി ഞങ്ങൾക്ക് അറിയേണ്ടി വന്നിട്ടില്ല. നമ്മൾ ചോദിക്കും, നമ്മൾ കാര്യങ്ങൾ ഇതാക്കും, നമുക്ക് കൺവീനിയൻ്റ് ആണോ നോക്കും. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ആ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഫുൾ ഞങ്ങളുടെ ഒരു ഗ്യാങ് ഓഫ് ആൾക്കാർ. അപ്പോൾ അതൊരു രസമായിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ബോയ്സിന് വലിയ ഗ്യാങ്സിമൊന്നും ഞാൻ ഉണ്ടായി കണ്ടിട്ടില്ല. കുറച്ച് പേര്, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ബോയ്സിൻ്റെ കാര്യം വന്ന് അവരെല്ലാവരും ഒരുമിച്ചാണ്. പക്ഷേ ഗേൾസിന് പറഞ്ഞാൽ നിറയെ ഗ്യാങ്ങുകളായിരുന്നു. ഈ ഒരു 5 വർഷം വരെ ട്രിപ്പിന് പോയപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഈ റിസോർട്ടിൽ വന്നിട്ട് ആരും അങ്ങനെ ഗ്യാങ് ഓടിയിരുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാ ഗേൾസും ഒരുമിച്ച് തന്നെയായിരുന്നു മാക്സിമം ടൈമും. പിന്നെ ഈ ഉറങ്ങാൻ മുമ്പ് മാത്രം എല്ലാവരും അവരവരുടെ ഗ്യാങ്ങിൻ്റെ കൂടെ തന്നെയല്ലേ ഉറങ്ങുക. സോ അതുപോലെ ബാക്കി എല്ലാ ടൈമും ഞങ്ങൾ ഒന്നായിരുന്നു, ഒരുമിച്ചായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ലാസ്റ്റ് ഗെയിംസൊക്കെ റിസോർട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നൈറ്റത്തെ വിഷ്വൽസൊന്നും എൻ്റെ കയ്യിലില്ല. നമ്മൾ ഗെയിംസൊക്കെ കളിച്ചിട്ട് ഓരോൾക്കാരെ പറ്റി, ആ ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോട്ടിട്ട് എല്ലാവരുടെയും പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാളുടെ പേരെടുത്തേനാൽ ഞാൻ ആ പേര് പറയാണ്ട് അവരെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക വേണം. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു ഗെയിംസ്. അതുപോലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളെല്ലാവരും നമുക്ക് പരസ്പരം എല്ലാവരെയും പറ്റിയിട്ടുള്ള മെമ്മറീസൊക്കെ ഷെയർ ചെയ്യാണല്ലോ. അങ്ങനെ ഷെയർ ചെയ്യുന്ന കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ആ ഒരു ഇതിൽ ആരും ഇനിയിപ്പോൾ അവർക്ക് എന്താ തോന്നുക, കോളേജൊക്കെ തീരാനായല്ലോ, എന്ത് തോന്നും അങ്ങനെയൊന്നും വിചാരിച്ചാൽ അവിടെ ആരും ഇരുന്നിട്ടില്ല. അവരുടെ മനസ്സിൽ എന്ത് വന്നു അതവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഓൾമോസ്റ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്തെന്നേ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എല്ലാവരുടെയും ഉള്ളിൽ കയറി ചൂന്ന് നോക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്തൊക്കെ ആരോടെയൊക്കെ പരിഭവം ഉണ്ട്, അതൊക്കെ എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് തീർത്തിട്ടാണ് അവിടെ ഇറങ്ങിയത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഫെയർവെല്ലിന് വന്നാൽ അവിടുന്ന് എല്ലാം തീർത്ത് സോർട്ട് ഔട്ട് ചെയ്ത് ഹീൽ ചെയ്ത്. ഇത് മേ ബി എൻ്റെ മാത്രം ആയിരിക്കില്ല. ഇപ്പം എല്ലാവർക്കും എല്ലാ മനുഷ്യന്മാരും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും പോസിറ്റീവും ഉണ്ട്, എല്ലാവർക്കും നെഗറ്റീവും ഉണ്ട്. അതുപോലെ എനിക്കും ഉണ്ടാവും, അവർക്കും ഉണ്ടാവും. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഹാപ്പി എൻഡിങ്ങിൽ കോളേജിൽ നിന്ന് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് സംഭവിച്ചു. എനിക്കൊരു സമാധാനമുണ്ട്, എൻ്റെ മനസ്സിനൊരു പീസ്ഫുൾ ഉണ്ട്. ആ ഒരു ഫെയർവെൽ ഒരു 8-ാം തീയതി 9-ാം തീയതിൻ്റെ ഉള്ളിൽ എനിക്കൊരു മനസ്സമാധാനം. ഞാൻ ഹാപ്പി ആയിട്ട് എല്ലാവരോടും ഇറങ്ങി. എൻ്റെ മനസ്സിലൊരു തരത്തിലൊന്നുമില്ല, ഓക്കെയാണ്, ഞാൻ സെറ്റാണ്, ഫുള്ളായിട്ടാണ് എന്ന് വിചാരിച്ചിട്ടേ. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കറിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ റിസോർട്ടിൽ നമ്മുടെ ഫെയർവെല്ലിന് വന്ന എല്ലാവരും ഒന്ന്
പറ്റില്ല. ഡ്യൂ ടു കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എല്ലാവരും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ കോളേജിലെ ഫെയർവെല്ലിന് തന്നെ ക്ലാസ് ഫുള്ളായിട്ട് വന്നിട്ടൊന്നുമില്ല. കുറേ പേര് വരാണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ അവരോട് പറയും, അതവർക്ക് മിസ് ചെയ്തു. ഫെയർവെൽ നല്ലൊരു അവസരമായിരുന്നു, എല്ലാം കൊണ്ടും നല്ലൊരു അവസരമായിരുന്നു. രണ്ടും, റിസോർട്ടായിക്കോട്ടെ നമ്മുടെ കോളേജിലത്തെ ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു. അത് മിസ് ഔട്ടായി എന്ന് ഞാൻ പറയും എപ്പോഴും. ഞങ്ങൾക്കും ചെറുതായിട്ടൊരു സെക്കൻഡ് തോട്ട് ഉണ്ടായിരുന്നു, പോകണോ, റിസോർട്ടിലേക്ക് പോകണോ, എൻ്റെ ആവശ്യമുണ്ടോ, ഫെയർവെല്ലിന് കോളേജിൽ പോയപ്പോഴേ എന്തിനാ ഇപ്പോൾ റിസോർട്ടിലേക്ക് പോകണമെന്ന് ഞങ്ങളുടെ മെയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ മെയിലുണ്ടായിരുന്നു പോകണമെന്ന്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു പോയില്ലെങ്കിൽ അതെനിക്കൊരു റിഗ്രറ്റ് തന്നെയാണ്. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഞാൻ പോയതും. ഇനി അഥവാ പോയിട്ടില്ലെങ്കിൽ ആ ഒരു റിസോർട്ട് അടിപൊളി ആയേനെ, അപ്പം എനിക്ക് ബാഡ് അടിച്ചേനെ എന്നൊക്കെ ഒരു ചിന്ത പിന്നെ വന്നു. പിന്നെ പോയി, തീർന്നല്ലോ. ഇനിയിപ്പോൾ ഇവരെയൊക്കെ എപ്പോൾ കാണുക ഒന്നും അറിയില്ല. എല്ലാവരും ബിസി ആവും, എല്ലാവരും ജോലിക്ക് കയറും, അങ്ങനെ അവിടെ പഠിക്കാൻ പോകും, അങ്ങനെ ആയിട്ട് എല്ലാവരും ഓരോരോ ഇതിലേക്ക് പോകും. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫെയർവെൽ കൊണ്ട് എല്ലാവരുമായിട്ട് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ കണക്റ്റ് ആകാൻ പറ്റി. കണക്റ്റ് ആവില്ല എന്ന് വിചാരിക്കുന്നവരായിട്ടൊന്ന് കണക്റ്റ് ആകാൻ പറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ്നെസ് ആയി, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ എല്ലാവരോടും നമ്മൾ സംസാരിക്കുക പോലും ഇല്ല. എല്ലാ ക്ലാസ്സിലും എല്ലാവരോടും സംസാരിക്കാൻ ആർക്കും പറ്റില്ല. നമുക്ക് ഫേവറേറ്റായ നമ്മുടെ കംഫർട്ടായ ആൾക്കാരോട് മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ. പക്ഷേ ഇതുകൊണ്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ്. അതുപോലെ എല്ലാവർക്കും ആയി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ അന്ന് ഫെയർവെല്ലിന് വന്ന 2 ഫെയർവെല്ലിനായിക്കോട്ടെ വന്നവർക്കൊക്കെ ഒരു ഇതായി തോന്നും. പിന്നെ നമ്മൾ ഡാൻസൊക്കെ കളിച്ചു, റീലൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. ഇനിയും ഷെയർ ചെയ്യാൻ കുറേ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളിയായിരുന്നു. എനിക്ക് സൂപ്പർ, ഒന്നും പറയാനില്ല. ഒരു രസമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഒക്കെ തിരിച്ച് വരുമ്പോഴൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും മാക്സിമം ഒക്കെ നമുക്ക് കരച്ചിലൊക്കെ വരാണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. ഇത്രയും കാലം 5 വർഷം ഇവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എല്ലാം കൊണ്ടും ഞാനൊരു കാലത്തും ആ കോളേജിൽ കാലുകുത്തില്ല എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. സത്യം, ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യരുത് എന്ന് വിചാരിക്കുന്നു, ചെയ്യില്ല എന്ന് പറയുന്നു, അത് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്കിപ്പോൾ മനസ്സിലായൊരു തീർച്ചയായിട്ടുള്ള സത്യമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ആ കോളേജ് തീർന്നിരിക്കുകയാണ്. നെഹ്റു അക്കാഡമി ഓഫ് ലോ ഒരു ഓൺലൈൻ ക്ലാസ് കൂടെ ഞങ്ങൾ തുടങ്ങി. ഒരു നവംബറിൽ തുടങ്ങി, ഒരു നവംബറിൽ അവസാനിച്ചു. 5 വർഷത്തെ ഒരു ജേർണി, 2020 to 2025 ബാച്ച്. ആൻഡ് കുറേ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ബാച്ച് കാരണം കോളേജുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായും ഞാൻ പറയുന്നു. എന്ന് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയോ അന്ന് തൊട്ട പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ക്ലാസ്സുകാർ ഒരു തല തെളിച്ച ആൾക്കാരായിരുന്നു. എനിക്ക് തോന്നുന്നു വന്നതിൽ വെച്ച് 2020 ബാച്ചിന് ഒരു കാലത്തും ആരും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും സൂപ്പർ ബാച്ചായിരുന്നു. ഒന്നും പറയാനില്ല. പ്രശ്നം അത് പിന്നെ നമുക്ക് തിരിച്ചു പറയാം, ഒക്കത്തിന് തിരിച്ചു പറയാം. ആരും മിണ്ടാണ്ടിരിക്കുന്നവരില്ല ക്ലാസ്സിൽ. അത് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ല രീതിയിൽ പ്രോഗ്രാംസ് കിട്ടി, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ക്ലാസ്സിൻ്റെ ഒരു കാര്യം ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ, ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ കുറേ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഇഷ്ടമല്ല മറ്റു പ്രശ്നം അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഒരു പ്രശ്നം വന്നാൽ അന്ന് ഈ ക്ലാസ് എല്ലാവരും ഒരു യൂണിറ്റിൽ നിന്നത് ഞാൻ കുറേ സിറ്റുവേഷൻസിൽ കണ്ടിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഒരു ഇത്. ടീച്ചേഴ്സിൻ്റെ കുറച്ച് ഞങ്ങൾ ഫെയർവെൽ വീഡിയോസിലാണ് ഞങ്ങളുടെ പണ്ടത്തെ ടീച്ചേഴ്സ്, ഇപ്പം ഇല്ലാത്ത ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇവരന്നും ഇന്നു തൊട്ടും ഒരേപോലെയാണ്. സെയിം. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കോളേജുകാരോടായിക്കോട്ടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിലെ പിള്ളേരോടായിക്കോട്ടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ കൊണ്ട് കുറേ ട്യൂട്ടേഴ്സൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, കുറച്ച് നല്ല രീതിയിൽ ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ കേട്ടു. അങ്ങനെ അപ്പോൾ പിന്നെ എനിക്ക് ചെറിയൊരു മിസ്സിങ് എന്ന് വെച്ചാൽ, ഇനി ഞാൻ കോളേജ് വീഡിയോസൊന്നും അധികം യൂട്യൂബിലിട്ടില്ല. ഡിസംബർ വരെ ഞാൻ പിന്നെയും കാണും, എൻറോൾമെൻറ്റ് വരുന്നുണ്ട്, പിന്നെ കുറേ പേരുടെ മാരേജൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ കാണുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും കോളേജിൽ പോകുന്ന വീഡിയോസ് ഇനി തൊട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ട്. പിന്നെ ഞാൻ ഒരാളെയും എടുത്തെടുത്ത് ഇതിൽ പറയുന്നില്ല, എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഞാൻ പറയുന്നില്ല. നിങ്ങളത് തന്നെ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിൽ. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഞാൻ അവരുടെ കൂടെയാണ് ഏറ്റവും കംഫേർട്ട്. പിന്നെ ഞാൻ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അത്ര കണക്റ്റഡ് ഒന്നല്ല ആരുമായിട്ട്. എനിക്ക് കുറച്ച് സമയം എടുത്തു, ഞാൻ പെട്ടെന്ന് ഒരാളായിട്ട് കണക്റ്റ് ആവില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരുന്നു. പിന്നെ ഞാൻ കുറേ പേരായിട്ട് ഭയങ്കര കണക്ഷനായി, നല്ല രസമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ സോർട്ട് ഔട്ടാക്കി പിന്നെ ഞങ്ങൾ ബാക്ക് ടു ട്രാക്ക് കയറിയിട്ടുണ്ട്. ആൻഡ് നെഹ്റു അക്കാഡമി ഓഫ് ലോ ഒരു അടിപൊളി ചാപ്റ്ററായിരുന്നു. ഒരു 5 ചാപ്റ്റേഴ്സ്, എനിക്ക് 5 ലെസൺസ്, 5 ചാപ്റ്റേഴ്സ് എന്ന് പറയാം. അങ്ങനെ ഒരു ബിഗ് സ്റ്റോറിയാണ് ആ ഒരു ഇത്. ഇനിയും കുറേ മെമ്മറീസ് ഉണ്ട് ആ കോളേജിൽ. പക്ഷെ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഞാൻ നല്ല രീതിയിൽ എൻ്റെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ടു കിട്ടാത്തതുകൊണ്ടാവുമായിരിക്കും ഞാൻ അത്ര എൻജോയ് ചെയ്തത്. ഞാൻ പഠിത്ത ആർദ്രയോട് പറഞ്ഞു, പ്ലസ് ടു എനിക്ക് അത്ര അടിപൊളി അല്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. ശരിക്കും ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 years ആണ്, 3 years എടുക്കുള്ളൂ. അപ്പോൾ 3 years + 2 years എനിക്ക് കിട്ടി. 5 വർഷം ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ട് ആ 2 വർഷം എന്ന് പറഞ്ഞാൽ +1 +2 ആയിരിക്കും. അവിടെ എൻജോയ് ചെയ്യാത്ത ഞാൻ ഇവിടെ എൻജോയ് ചെയ്തില്ല.
എല്ലാം കൊണ്ട് നല്ലതായിരുന്നു കേട്ടോ. അടിപൊളി കോളേജ് തന്നെയായിരുന്നു. എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പിന്നെ സ്ട്രിക്ട്നെസ് ഒക്കെ ഒരു പ്രൈവറ്റ് കോളേജിലുണ്ടാവും, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിവിടെ ജോയിൻ ചെയ്തത്. പക്ഷേ ലോക്കാരായതുകൊണ്ട് അതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ നന്നായി പ്രതികരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ കിട്ടുന്ന പോലത്തുള്ള വൈബൊന്നും ഇവിടെ കിട്ടണമെന്നില്ല. പക്ഷേ തൃശ്ശൂർ ലോ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടീസ് ആയിരിക്കില്ല കിട്ടുന്നുണ്ടാവുക, ഇങ്ങനെയുള്ള ട്രിപ്പ് ആയിരിക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മണാലിയൊക്കെ അതൊക്കെ നെഹ്റുക്കാർക്ക് തന്നെ തരാൻ പറ്റും. നെഹ്റുവിനെ പൊക്കി പറയല്ല, എന്നാൽ പോലും എൻജോയ് ചെയ്തല്ലോ ചിലവർ. പിന്നെ കുറേയൊക്കെ ഇപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമല്ലല്ലോ കോളേജിൽ നടക്കുക, കുറച്ചൊക്കെ ബാഡൊക്കെ വേണ്ടേ, എന്നാലല്ലേ ലൈഫിലൊരു സുഖം ഉണ്ടാവുള്ളൂ. അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ എനിക്കങ്ങനെ അതിന് മാത്രമൊന്നും ഇതായിട്ട് തോന്നിയില്ല. പിന്നെയും സ്കൂൾ ലൈഫിലല്ലേ, കോളേജ് ലൈഫൊക്കെ അത്യാവശ്യം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ടീച്ചേഴ്സ് വേണ്ടാന്നും കോളേജുകാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന് എഗെയിൻസ്റ്റേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ എന്തിനാതാവുന്നത്? കുറേ പേര് പറഞ്ഞിട്ട് നെഹ്റു ഭയങ്കര അലമ്പായിരുന്നു. എനിക്ക് തോന്നുന്നില്ല, ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എൻ്റെ 10th ലൈഫ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ലൈഫ് ഇതായിരുന്നു. അപ്പോൾ എനിക്ക് അടിപൊളിയായിരുന്നു. എൻ്റെ 10th ഞാൻ അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ട്. അമൃതയിൽ ഞങ്ങളുടെ അവിടെ ഒരു വലിയ ഗ്യാങ്ങായിരുന്നു. അതിലിപ്പോൾ എല്ലാവരും ഇല്ല, എന്നാലും 2 പേര് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ലൈഫ് ലോങ് അത് മുന്നോട്ട് വന്നു. അതുപോലെ ഇതിലുള്ള നെഹ്റുവിലുള്ള കുറച്ച് പേരും എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിത്തൗട്ട് മേക്കിംഗ് എനി എഫേർട്ടൊന്നും ഇല്ലാണ്ട് ഉണ്ടാവും. അപ്പോൾ ശ്രീ ആർദ്രയുടെ അടുത്ത് എനിക്ക് വലിയ എഫേർട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല, അതവിടെ ഉണ്ട്, എനിക്കറിയാം അവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് പേരുണ്ട്, അവിടെ ഉണ്ടാവും. നമ്മൾ പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാവും അവരവിടെ എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. പക്ഷെ അറിയില്ല, നമുക്ക് നോക്കാം. പക്ഷെ നല്ലതായിരുന്നു. എല്ലാവരും എൻ്റെ ലൈഫിൽ കുറേ ചാപ്റ്റേഴ്സും കുറേ പാഠങ്ങളും ഒക്കെ തന്ന ആൾക്കാരാണ്. ആൻഡ് ഐ വിൽ മിസ് ദം ഓൾ. എല്ലാവരും മിസ് ചെയ്യും. ഞാൻ കോളേജ് മിസ് ചെയ്യും, കോളേജിലുള്ള ഓരോരോ സ്ഥലങ്ങൾ മിസ് ചെയ്യും. അങ്ങനെ നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് കയറി. ഇപ്പോൾ ജോബ് ആയിക്കോട്ടെ, പഠിക്കാൻ പോയാലും ഈ ഒരു തരത്തിലുള്ള ഫ്രണ്ട്സിനൊന്നും എല്ലാം കിട്ടാൻ പോകണം. എല്ലാവരും വലുതായി. ഇതായിരുന്നു നമ്മുടെ ഒരു നല്ലൊരു കാലങ്ങൾ, കോളേജ് സ്കൂളൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇനി ഞങ്ങളിങ്ങനെയുള്ള ഗെറ്റ് ടുഗദേഴ്സൊക്കെ ആഗ്രഹിക്കുന്നു, റീയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കുറേ നാളൊക്കെ കഴിഞ്ഞിട്ട്. എല്ലാവർക്കും അതിനോടുള്ള ഒരു മൈൻഡ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ പേർ എന്നോട് പേഴ്സണലി പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിൽ അധികം എൻ്റെ കോളേജ് ഫ്രണ്ട്സിനൊന്നും അധികം കാണാൻ പറ്റണമെന്നില്ല. എല്ലാവരും അവരവരുടെ ലൈഫായി മൂവ് ഓൺ ആവാനായി എല്ലാവരും ഓരോരോ സ്ഥലത്തായിരിക്കും. ഞാനേ എവിടെയാവുമെന്ന് എനിക്കേ അറിയില്ല. ഇവിടെയൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം എൻ്റെ ലൈഫൊക്കെ യൂട്യൂബിൽ കൂടെ. എല്ലാം ഞാൻ അത്യാവശ്യമൊക്കെ ഷെയർ ചെയ്യും. എനിക്ക് കൺസിസ്റ്റൻ്റായി വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും ഞാനത് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കുറേ നേരം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടിച്ചാലും സാരമില്ല, നിങ്ങൾ കേൾക്കണം. നിങ്ങൾ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് ഞാൻ പറയാനുള്ളത് കേൾക്കണം. ഇനി ഞാൻ എന്തെങ്കിലും മിസ് ഔട്ടായി പോയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടുന്നില്ല, ഇത്രയൊക്കെ എനിക്ക് കിട്ടുന്നുള്ളൂ. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തോണ്ടേ എന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞില്ല. മൊത്തത്തിൽ ഫെയർവെൽ അടിപൊളിയായിരുന്നു. ഞാൻ തിരിച്ച് എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫെയർവെൽ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് പേരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനൊക്കെ പോയത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. തിരിച്ചെല്ലാവരും അവരവരുടെ വീട്ടിലേക്കൊക്കെ പോയി. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഒരു ലൈഫ് കഴിഞ്ഞു അവിടെ. ആൻഡ് നെഹ്റു എപ്പോഴും മനസ്സിലുണ്ടാവും. അവിടെയുള്ള കുറച്ച് മനുഷ്യന്മാരെയും ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് മനുഷ്യന്മാരെന്നല്ല, ഇപ്പോൾ കുറച്ച് കൂടുതൽ മനുഷ്യന്മാരായി. കാരണം ഫെയർവെൽ പോയപ്പോൾ ഞാൻ കുറേ പേരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. കുറേ പേർക്ക് എന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ജൂനിയേഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ എ അടിപൊളി ഫെയർവെൽ. നിങ്ങൾ അടിപൊളി ചെയ്തിട്ടുണ്ട്, എനിക്കിഷ്ടമായി. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഞാൻ പറഞ്ഞത് കേൾക്കാം. ആൻഡ് ഞാൻ എല്ലാവരോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന്. അതേ പറഞ്ഞില്ല, കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല അധികം. എന്നാൽ പോലും എല്ലാവരോടും ഞാനൊരു മുന്നേ അവിടെ എല്ലാവരോടും ഞാനൊരു ബൈ താങ്ക് യു സോ മച്ച് ഒക്കെ പറഞ്ഞാണ് വന്നത്. എനിക്കത് പറയണം എന്ന് തോന്നി. പണ്ടൊക്കെയാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും തോന്നുന്നു, മേ ബി. പക്ഷേ ഇപ്പം ഞാൻ എല്ലാവരോടും ഒക്കെ പറഞ്ഞു. ആൻഡ് നല്ലതായിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ വീഡിയോ ആണ് ഈ റിസോർട്ട് വീഡിയോ. എഡിറ്റ് ചെയ്തപ്പോൾ ആകെ 6 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എൻ്റെ പറച്ചിൽ ഇതൊരു വലിയ വീഡിയോ ആയി മാറിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിത് ഫുള്ള് കാണണം. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്, അല്ലേ? സോ നിങ്ങൾ എൻ്റെ കോളേജ് ജേണി കുറേ കണ്ട ആൾക്കാരാണ്. കുറേ വീഡിയോസ് ഞാൻ കോളേജിനെ പറ്റിയിട്ടാണ്. എൻ്റെ യൂട്യൂബിൽ നിന്ന് ഓൾമോസ്റ്റ് കോളേജ് വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ കോളേജിൽ നിന്നാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ആ കോളേജിൽ നിന്ന് തന്നെ നിർത്തുന്നില്ല. ഇനിയും കുറേ പേര് നമ്മുടെ ലൈഫിലേക്കൊക്കെ വരാം. പുതിയ ആൾക്കാരൊക്കെ വരാം. അവരൊക്കെ ഞാൻ മീറ്റ് ചെയ്യിപ്പിക്കാം നിങ്ങളെ. ഇനി ചിലപ്പോൾ വരാണ്ടിരിക്കാം, ചിലപ്പോൾ പഴയ ആൾക്കാർ തന്നെയായിരിക്കും എൻ്റെ കൂട്ടുകാർ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്.
സോ ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തൊക്കെ വരാൻ പോകണമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതാണ് ഭയങ്കര എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.